അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഈ ഉദാഹരണം നോക്കൂ. ഈ ഉദാഹരണത്തിൽ നക്കിറ ആണ് മന്നൂത്തെങ്കിൽ നാത്തും മന്നൂത്താണെന്ന് പഠിപ്പിക്കുകയാണ്. മാരിഫയാണ് മന്നൂത്തെങ്കിൽ നാത്തും മാരിഫയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിൽ നമ്മൾ മന്നൂത്ത് മുഅന്നസാണെങ്കിൽ നാത്ത് മുഅന്നസാണെന്ന് പഠിച്ചു. മന്നൂത്ത് മുസക്കറാണെങ്കിൽ നാത്ത് മുസക്കറാണെന്ന് നമ്മൾ പഠിച്ചു. സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗം, പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗം. ഇനി ഈ ഉദാഹരണത്തിൽ നക്കിറയാണെങ്കിൽ നക്കിറ, മാരിഫയാണെങ്കിൽ മാരിഫ, നാത്തും മന്നൂത്തും. ഉദാഹരണം നോക്കൂ. ബിലാലുൻ മുദർരിസുൻ ജദീദുൻ. ബിലാൽ പുതിയ ടീച്ചറാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ പഠിച്ചത് ബിലാലുൻ മുദർരിസുൻ, ബിലാൽ ഒരു ടീച്ചറാണ്. ബിലാലുൻ മുബ്തദുൻ മർഫൂൻ, മുദർരിസുൻ ഖബറുൻ മർഫൂൻ. ഇനി ആ മുദർരിസിനെ വിശേഷിപ്പിക്കണം. അപ്പോൾ എങ്ങനെ വിശേഷിപ്പിക്കുക? ജദീദുൻ, പുതിയ ടീച്ചർ. ഓക്കെ, അപ്പോൾ ജദീദുനാണ് നാത്ത്. അപ്പോൾ മന്നൂത്ത് എന്തായിരുന്നു? നക്കിറയായിരുന്നു. ബിലാലുൻ മുദർരിസുൻ അല്ലേ? ഒറ്റ വാക്കിൽ വരുന്ന ഖബർ അത് നക്കിറയായിരിക്കും, തൻവീൻ ഉണ്ടാവും, മുദർരിസുൻ. അപ്പോൾ അതിൻ്റെ നാത്ത് എന്തായിരിക്കണം? ജദീദുൻ, നക്കിറയായിരിക്കണം. അപ്പോൾ മന്നൂത്ത് നക്കിറ ആയതുകൊണ്ട് നാത്തു എന്തായി? നക്കിറയായി. ഓക്കെ, ഇനി മന്നൂത്തിനെ നമുക്ക് മാരിഫയാക്കാം. മുദർരിസിനെ കൊണ്ട് സെൻറ്റൻസ് ആരംഭിക്കാം. അപ്പോൾ സെൻറ്റൻസ് ആരംഭിക്കുമ്പോൾ മുദർരിസിന് എന്തിടണം? അലിഫ് ലാം ഇടണം. കാരണം മുബ്തദ മാരിഫയാണ്, നമ്മൾ പഠിച്ചതാണ്. മുബ്തദ മർഫൂ ആണ്, അത് മാരിഫ ആയിരിക്കണം. അപ്പോൾ ഇനി എങ്ങനെ മുദർരിസ് എന്ന് എഴുതാം? അൽ മുദർരിസു. കാരണം ഇപ്പോൾ അൽ മുദർരിസു മുബ്തദയായി, അപ്പോൾ അത് മാരിഫ ആയിരിക്കണം. ഇതിൻ്റെ മുമ്പത്തെ ഉദാഹരണം ബിലാലുൽ മുദർരിസുൻ, മുദർരിസു എന്താ നക്കിറയായത്? കാരണം അത് ഖബറാണ്. ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കിറയാണ്, നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ അതേ മുദർരിസ് നമ്മൾ മുബ്തദയാക്കുമ്പോൾ അത് മാരിഫയാവും. അപ്പോൾ അൽ മുദർരിസു. അപ്പോൾ ആ ടീച്ചറിനെ വിശേഷിപ്പിക്കണം. അപ്പോൾ അൽ ജദീദു, ആ ജദീദിനും അലിഫ് ലാം വന്നു. ശ്രദ്ധിച്ചോ? അപ്പോൾ അങ്ങനെയാണ് നാത്ത് മന്നൂത്ത്. അപ്പോൾ മന്നൂത്ത് ഇവിടെ അൽ മുദർരിസു മന്നൂത്ത് ആയതുകൊണ്ട് അതിന് ആ ടീച്ചറെ വിശേഷിപ്പിക്കണമെങ്കിൽ ആ വിശേഷണം എന്തായിരിക്കണം? മാരിഫയായിരിക്കണം. അപ്പോൾ അൽ മുദർരിസുൽ ജദീദു, അൽ മുദർരിസു ജദീദു എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അൽ മുദർരിസു ജദീദു എന്ന് പറയാൻ പാടില്ല. പിന്നെയോ അൽ മുദർരിസുൽ ജദീദു, ആ മുദർരിസിനും അലിഫ് ലാം വേണം, ആ വിശേഷിപ്പിക്കുന്നതിനും അലിഫ് ലാം വേണം. അപ്പോൾ അൽ മുദർരിസുൽ ജദീദു ഫിൽ ഫസ്ലി, ക്ലാസ് റൂമിലാണ്. ഫി ഹർഫു ജർ, അൽ ഫസ്ലി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ഷിബു ജുംല ഖബർ. നമ്മൾ പഠിച്ച രണ്ടാമത്തെ ടൈപ്പ് ഖബർ. അപ്പോൾ ഇതുവരെ വിശേഷണം ഇല്ലാണ്ട് നമ്മളെങ്ങനെ ഈ സെൻറ്റൻസ് പഠിച്ച? അൽ മുദർരിസു ഫിൽ ഫസ്ലി, ടീച്ചർ അധ്യാപകന് ക്ലാസ് റൂമിലാണ്. അൽ മുദർരിസു മുബ്തദഉൻ മർഫൂൻ, ഫി ഹർഫു ജർ, അൽ ഫസ്ലി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ഷിബു ജുംല ഖബർ. ഇങ്ങനെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി ആ ടീച്ചർ എന്താക്കണം? വിശേഷിപ്പിക്കണം. അപ്പോൾ എങ്ങനെ വിശേഷിപ്പിക്കുക? അൽ മുദർരിസു എന്ന് വന്നുകൊണ്ട് അൽ ജദീദു, പുതിയ ടീച്ചർ ക്ലാസ് റൂമിലാണ്. അപ്പോൾ ഇപ്പം എന്തായി? അൽ മുദർരിസു മുബ്തദഉൻ മർഫൂൻ, അൽ ജദീദു എന്താവും? നാത്ത്. അപ്പോൾ അൽ മുദർരിസു എന്താവും? മന്നൂത്ത്. ഫി ഹർഫു ജർ, അൽ ഫസ്ലി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ, ഷിബു ജുംല ഖബർ. ഓക്കെ, ഇവിടെ വേറെ എന്താ ശ്രദ്ധിക്കുന്നത്? ടീച്ചർ മുസക്കറായതുകൊണ്ട് അൽ മുദർരിസു ജദീദും എന്തായി? മുസക്കറായി, നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ നാത്ത് മന്നൂത്തിനെ പിൻപറ്റുന്ന രണ്ട് വിഷയങ്ങൾ നമ്മൾ പഠിച്ചു. പുല്ലിംഗാണെങ്കിൽ പുല്ലിംഗം, സ്ത്രീലിംഗാണെങ്കിൽ സ്ത്രീലിംഗം, അതാണ് ഒന്ന്. രണ്ടാമത്തത് മാരിഫയാണെങ്കിൽ മാരിഫ, നക്കിറയാണെങ്കിൽ നക്കിറ. ബാറക്കല്ലാഹു ഫീക്കും. ഇത് നമ്മൾ ആവർത്തിച്ചേ പറയും. മുമ്പത്തെ ലെസണിലൊക്കെ ആവർത്തിച്ച് പറഞ്ഞ പോലെ നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് അത് എളുപ്പമാകും. ഏതായാലും മുലാഫിനേക്കാൾ കടുപ്പൊന്നും അല്ല ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു ഫീക്കും.